ഹലോ, അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ iPhone 17 Pro Max നമ്മൾ ഓർഡർ കൊടുത്തിരുന്നു. അന്ന് നൈറ്റ് തന്നെ നമുക്ക് സാധനം ഡെലിവറി കിട്ടായിരുന്നു. നമ്മൾ പോയിട്ട് കളക്ട് ചെയ്തായിരുന്നു. അപ്പോൾ സാധനം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിക്ക് അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഐറ്റം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 17 Pro Max 256 GB കോസ്മിക് ഓറഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സാധനം ഈ കളർ കിട്ടാൻ കുറച്ച് പാടാണ് കറൻ്റ് ഇപ്പോൾ സിംഗപ്പൂർ മാത്രമല്ല വേൾഡ് വൈഡ് മൊത്തം കളർ കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ടെന്ന് തോന്നുന്നു. പ്രീ ഓർഡറൊക്കെയാണ് പലയിടത്തും ഉള്ളതായിട്ട് കേട്ടത്. പക്ഷെ എന്തോ നമ്മൾ ഭാഗ്യത്തിന് നമുക്കന്ന് രാവിലെ ഓർഡർ കൊടുത്തു. രാവിലെ ഉച്ചയപ്പോൾ ഓർഡർ കൊടുത്തു. നൈറ്റ് ആയപ്പം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ കവറ്, ഫോണ്, കളർ നമ്മുടെ ഓറഞ്ച് തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് ആയുള്ളത് C2C ആണെന്ന് തോന്നുന്നു. അതെ, C2Cൻ്റെ ഒരു കേബിള്, പിന്നെ സിം ജെറ്റ് ചെയ്യാനുള്ളൊരു പിന്ന്. അത് മാത്രമേ എൻ്റെ അകത്തുള്ളൂ. വേറെ പണ്ടത്തെ പോലെ ഐഫോണിൻ്റെ സ്റ്റിക്കർ. ഞാനെടുക്കുമ്പോൾ iPhone 30 Pro ആണ് ഇതെൻ്റെ മുന്നത്തെ ഫോൺ. അന്ന ടൈമിലേക്ക് തോന്നുന്നു സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു ആപ്പിളിൻ്റെ. അപ്പോൾ അതൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ട് എവിടെയും കാണാനില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊളിക്കാം. അങ്ങനെ അത് പൊളിച്ച് കഴിഞ്ഞു. ഈ ഫോൺ ഓൾറെഡി അന്നൊരാഴ്ച അവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തായിരുന്നു. കാരണം അവർക്ക് വാറൻറ്റിയും കാര്യങ്ങളും എന്തൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ളതുകൊണ്ട് അവരവിടെ നിന്ന് ഓപ്പൺ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വാറൻറ്റി എന്ന് പറയുന്നത് കോഡ്സിൻ്റെ 3 ഇയർ പ്രീമിയം വാറൻറ്റിയാണ്. ഇപ്പോൾ ആപ്പിൾ കെയറിലാണെങ്കിൽ നമുക്ക് പാർട്സ് മാറ്റുന്നതിനും പിന്നെ എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റാൻ കഴിഞ്ഞാൽ ചെറിയ എന്തൊരു ഫീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിപ്പോൾ ആക്സിഡൻറ്റ് ഡാമേജ് ആണെങ്കിൽ മിനിമം ഒരു ഫീ, വേറെ എന്തെങ്കിലും റിപ്പയർ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫീ ഉണ്ട്. പക്ഷേ കോഡ്സിലത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ്സിൽ നമ്മൾ 3 ഇയർ വാറൻറ്റിയാണ് എടുക്കുന്നത് പ്രീമിയം. അപ്പോൾ നമുക്ക് എന്ത് റിപ്പയറിങ് ഉണ്ടായാലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ റിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ ഫോണ് റീപ്ലേസ് ചെയ്ത് തരും. റീപ്ലേസ് ചെയ്ത് തരുന്നത് ചിലപ്പോൾ റീഫർബിഷ്ഡ് ഫോണായിരിക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കത്തുള്ളായിരിക്കും. പുതിയതായിരിക്കണം എന്നുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ഈ ഫോൺ എടുക്കുമ്പോൾ റിപ്പയറും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എന്താ പറയുക റിപ്പയർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പർപ്പസ്. പിന്നെ ഇപ്രാവശ്യം എടുത്തത് 17 Pro Max ആണ്. ഞാൻ പ്രോ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്രാവശ്യം ഒന്ന് Pro Max ആക്കാം, എങ്ങനെയാണ് ഹാൻഡിലിനൊക്കെ സുഖമായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ സെറ്റപ്പൊക്കെ ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിൻ എൻ്റെ ഫോക്കസ് എന്ന് വെച്ചാൽ ഈ ഫോണ് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ടാണ്. മെയിൻലി ചിലപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഫോണായിട്ട് 13 Pro പഴയ ഫോൺ തന്നെയാണ് ചിലപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ചാൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് വ്ളോഗിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 13 Proയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അപ്ഡേഷൻ കഴിയുന്തോറും ഫോണ് ലാഗായിട്ട് വരികയാണ്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് വേറെ ആപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം സ്റ്റക്കാവും, ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഫോൺ ഞാൻ പിന്നെ ഉപേക്ഷിക്കാത്തതിന് കാരണം നമ്മൾ റിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ബാറ്ററി മാറ്റി, പിന്നെ ചാർജിങ് പോർട്ട് മാറ്റി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് കാലം യൂസ് ചെയ്യാം. അപ്പോൾ അതുവരേക്ക് നമുക്ക് ഈ ഫോൺ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം എന്താ പറയുക, അന്ന് നമുക്ക് ഇതിന് മറ്റേ ഗ്ലാസ് ഇടാനോ കേസ് മേടിക്കാനൊന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കേസും കവറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ചെറിയ രീതിക്ക് അൺബോക്സ് ചെയ്യാം. ഒരു കവറിലാണ് വന്നിട്ടുള്ളത്. മൊത്തം ഒരു 4 കേസും പിന്നെ സ്ക്രീൻ കാർഡും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് ആദ്യത്തെ. അതൊരു ബ്ലാക്കാണ്. ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു വെച്ചിട്ട് മേടിച്ചതാണ്. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര രസമില്ല. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഫോട്ടോയിൽ ഭയങ്കര കിടിലൻ ഗ്രാഫിക്സ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു അവസാനം ഇടാം. പിന്നെയുള്ള പറഞ്ഞാണ് ഒരു വൈറ്റ് ഓർഡർ ചെയ്തായിരുന്നു. ഈ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൻ്റെ പിന്നത്തെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് മറ്റേ ഈ പാസ്പോർട്ടിൽ സീലൊക്കെ ഉണ്ടാവില്ല ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ, ആ ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഓക്കെയാണ്, ഹാൻഡിൽ ചെയ്യാൻ അത്ര വലിയ തടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞ മേടിച്ചതിൻ്റെ ഒന്നും പുറത്ത് കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സേഫ്റ്റി വൈസ് ക്യാമറയ്ക്ക് ചുറ്റും നോക്കുമ്പോൾ ഒരു പുറത്തോട്ട് തള്ളിക്കുന്നതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് സ്ക്രാച്ച് വരാനുള്ള ചാൻസൊക്കെ ഭയങ്കര കുറവാണ്.
പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കളറാണ് ഈ കേസിൻ്റെ കളറിനുള്ളത്. കേസിൻ്റെ അല്ല, നമ്മുടെ ഫോണിൻ്റെ കളറിനുള്ള ഓറഞ്ച് കളറിൻ്റെ ഒരെണ്ണം. ഇത് മറ്റേ സിലിക്കോൺ മെറ്റീരിയലാണ്. ഇതും ഓക്കെയാണ്. കളർ വൈസ് കുറച്ച് എന്താ പറയുക, ബ്രൈറ്റൻ കളറാണെങ്കിലും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ് നമ്മുടെ ഫോണിന്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവർ എന്ന് പറയുന്നത് ഇനി എടുക്കാവുന്ന കവറാണ്. അതായത് ഈ ഒരു ഗ്രേ കളർ. ഇത് കുറച്ച് ഒരു പ്രീമിയം ലുക്കുണ്ട്. ഇത് ഇതിപ്പോൾ നല്ല രസമുണ്ട്, കുഴപ്പമില്ല, നല്ല കംഫിയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡും പിന്നെ ക്യാമറ ഒട്ടിക്കുന്ന ഗാർഡുമാണ്. നമ്മൾ ഓർഡർ ചെയ്തതിൽ 2 പാക്ക് വെച്ചിട്ടുണ്ട്. ഇത് 2 എണ്ണം ക്യാമറ മുട്ടിക്കുന്നതാണ്, അതുപോലെ തന്നെ 2 എണ്ണം സ്ക്രീൻ ഗാർഡ് അതും ഉണ്ട്. അപ്പോൾ മൊത്തം 4 എണ്ണം ഉണ്ട് ആ പീസിൻ്റെ അകത്ത്. അതും വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു പാക്കിലാണ്. ഇത് ഞാൻ 4 ദിവസം മുന്നേ ഓർഡർ ചെയ്ത് സംഭവം ഇന്ന് എത്തി. ഇത് എവിടെ ഉണ്ടാക്കിയതാണ്? ഇത് മാനുഫാക്ചേഴ്സ് കൺട്രി ഓഫ് ഒറിജിൻ മെയ്ഡ് ഇൻ ചൈന. സാധനം കൊള്ളാം, പക്ഷേ സ്പെയിൻ ഡിസൈൻ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഐറ്റം സ്പെയിൻ്റെയാണെന്ന് തോന്നുന്നു, ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഫോണിൻ്റെ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ നമുക്ക് കണ്ടറിയാം. 30 വെച്ച് നോക്കി കഴിഞ്ഞപ്പം നല്ല വ്യത്യാസങ്ങളുണ്ട് ക്യാമറയുടെ കാര്യത്തിൽ, പിന്നെ സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.